കൊയിലാണ്ടിയിൽ വലിയ ജനാവലിയോടെ പ്രചാരണം ആരംഭിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ പ്രവീൺകുമാർ കഴിഞ്ഞ തവണ എൽ.ഡി.എഫ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം മണ്ഡലത്തിൽ ലഭിക്കും. കൊയിലാണ്ടിയിലെ പ്രചാരണത്തിന് ശേഷം രമേശ് പിഷാരടിക്കായി പ്രചാരണത്തിന് നാളെ പാലക്കാട്ടേക്ക് പോകുമെന്ന് ഷാഫി പറമ്പിൽ എം.പി പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും വലിയ ശക്തി പ്രകടനത്തോടെ തന്നെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ പ്രകടനം. ഏതായാലും വലിയ ആവേശത്തിലാണ്. ഒരുപാട് പ്രവർത്തകരുണ്ടല്ലോ. ആവേശത്തിലല്ല, ഞാനല്ല, പ്രവർത്തകരും നാട്ടുകാരുമാണ് ആവേശത്തിൽ. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഉജ്ജ്വലമായ പ്രകടനമാണിത്. ഇത് പരിശുദ്ധ റംസാൻ മാസമാണ്, 40 ഡിഗ്രി ചൂടിലാണ്. ആ സമയത്താണ് ഇത്രയും ആണ് എത്തിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകടനം എൻ്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു. ഏതായാലും ഇത്രയും ആളുകളുണ്ട്, അത് വലിയ സ്വീകാര്യതയുടെ ലക്ഷണമാണോ? അല്ല, അത് എൻ്റെ വ്യക്തിപരമായ സ്വീകാര്യതയല്ല, UDF-നുടെ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയിൽ ഞാനൊരു പ്രതീകം മാത്രം. ഏതായാലും ഇപ്രാവശ്യമെങ്കിലും കോഴിക്കോട് നിന്ന് കോൺഗ്രസിന് ഒരു MLA ഉണ്ടാവും. MLA അല്ല, MLA-മാർ ഉണ്ടാവും. ഉറപ്പിക്കാവോ? ഉറപ്പിച്ചോളൂ. എത്ര ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? മികച്ച ഭൂരിപക്ഷം, മികച്ച ഭൂരിപക്ഷം കൂട്ടിക്കൂടെ, കണക്കൊന്നും പറയണ്ട, മികച്ച ഭൂരിപക്ഷം. LDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കാനത്തിൽ ജമീല ഏതാണ്ട് 6000-ലധികം ഭൂരിപക്ഷത്തിന്റെ വിജയിച്ചു പോയൊരു മണ്ഡലമാണ്. മുമ്പ് UDF-ന്റെ കയ്യിലായിരുന്നല്ലോ. പക്ഷെ വർഷങ്ങളായി UDF-ന് കിട്ടിയിട്ട് അത് കാര്യമില്ല. അത് അതിനുശേഷം എത്രയോ വെള്ളം ഭാരതപ്പുഴ ഒഴുകിപ്പോയി. കേരളവും കോഴിക്കോടും കൊയിലാണ്ടിയും ഒക്കെ മാറിയിരിക്കുന്നു. ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. LDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് നിങ്ങൾ LDF-ന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോകുന്നത്? ഇപ്പൊ കയ്യിലാണ്, പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത്തവണ UDF ആണ്. അവരുടെ ഹൃദയമാണ് തീരുമാനിക്കുന്നത് മണ്ഡലം ആരുടെ കയ്യിലിരിക്കണം. ആ തീരുമാനം ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. കേരളം ആഗ്രഹിക്കുന്ന മാറ്റത്തിന് കോഴിക്കോട് കരുത്തു പകരും. അതിലൊന്ന് നിങ്ങൾ എണ്ണിക്കോ, കൊയിലാണ്ടി ഉണ്ടായിരിക്കും. പൾസ് LDF-ന്റെ ഒപ്പം അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. പൾസ് UDF-നൊപ്പമാണ്, ജനങ്ങൾ UDF-നൊപ്പമാണ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷയൊക്കെ? പേരാമ്പ്രയില് തഹ്ലിയ നിൽക്കുന്നു, വലിയ പ്രതീക്ഷയുണ്ടോ? വലിയ പ്രതീക്ഷയാണ്. ഒരുപാട് പുതുമുഖങ്ങളെയും യുവജനങ്ങളെയും ഇന്ന് മുസ്ലിം ലീഗ് ഇവിടെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കൊയിലാണ്ടിയിൽ വലിയ ആവേശമാണ് അഡ്വക്കേറ്റ് പ്രവീൺകുമാറിൻ്റെ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവിടെ ആളുകൾ ഒരു മാറ്റം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള മുരടിച്ച ഭരണം, ആ ഭരണത്തിന് തിരുത്തു വേണം. ഏതായാലും വലിയ ആവേശത്തോടെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ പ്രചരണം നടക്കുന്നത്. ഇത്തവണ LDF-ന്റെ കയ്യിലുള്ള ഈ മണ്ഡലം എന്ത് വില കൊടുത്തും അത് കോൺഗ്രസ് സ്വന്തമാക്കുമെന്നുള്ളതാണ് നേതാക്കളൊക്കെ തന്നെയും പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.